വിഷ്ണു വിശാലിന്റെ ആര്യൻ സിനിമ ഒക്ടോബർ 31 തിയേറ്ററുകളിലേക്ക് എത്തും. സിനിമയുടെ ഫസ്റ്റ് ലുക്ക് ഇപ്പോൾ വന്നിട്ടുണ്ട്. സജിൻ ഗോപുവാണ് ടിനു പാപ്പച്ചന്റെ പുതിയ ചിത്രത്തിൽ നായകൻ. സിനിമയുടെ ടൈറ്റിൽ ഉടനെ അനൗൺസ് ചെയ്യും. അതുപോലെ ടീസറും വരുന്നുണ്ട്. കൊല്ലം ബേസ് ചെയ്തുകൊണ്ടുള്ള ഒരു ആക്ഷൻ ചിത്രമാണ് സിനിമ. മാത്യു തോമസിന്റെ പുതിയ ചിത്രമായ സുഖമാണോ സുഖമാണ് എന്ന സിനിമയുടെ ഫസ്റ്റ് ലുക്ക് വന്നിട്ടുണ്ട്. ഈ ഒരു സിനിമയുടെ ഒഫീഷ്യൽ ട്രെയിലർ ഓണം റിലീസുകൾക്കൊപ്പം തിയേറ്ററുകളിൽ സ്ക്രീൻ ചെയ്യുന്നുണ്ട്. ഓടും കുതിര ചാടും കുതിര എന്ന സിനിമ ഇന്നലെ കേരള ബോക്സ് ഓഫീസിൽ നിന്നും 76 ലക്ഷം രൂപയാണ് ഓപ്പണിംഗ് കളക്ഷനായിട്ട് നേടിയിരിക്കുന്നത്. സിനിമയ്ക്ക് ആദ്യ ദിവസം നെഗറ്റീവ് റെസ്പോൺസ് ആണ് ഉണ്ടായത്. ജയസൂര്യയുടെ മെഗാ പാൻ ഇന്ത്യൻ ചിത്രമായ കത്തനാര് സിനിമയുടെ ഫസ്റ്റ് ലുക്ക് നാളെ പുറത്തുവരും. നാളെ രാവിലെ 10 മണിക്കാണ് സിനിമയുടെ ഫസ്റ്റ് ലുക്ക് വരുന്നത്. അന്യഭാഷകളിലൊക്കെ ലോക സിനിമയ്ക്ക് നല്ല രീതിയിലുള്ള ബുക്കിംഗ് ആണ് കാണുന്നത്. അത് സിനിമയുടെ ബുക്ക് മൈ ഷോ സ്റ്റാറ്റസ് നോക്കിയാലും മനസ്സിലാവും. 2 ദിവസത്തെ സിനിമയുടെ കേരള കളക്ഷൻ എത്രയായെന്ന് നോക്കാം. ആദ്യ ദിനം 2,70,00,000, സെക്കൻഡ് 3,35,00,000. 2 ദിവസത്തെ സിനിമയുടെ കേരള കളക്ഷൻ 6,05,00,000 രൂപയാണ്. കേരളത്തിൽ ഒരുപാട് ഷോസും സ്ക്രീൻസും ഒക്കെ ലോക സിനിമയ്ക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ഇന്നത്തെ വേൾഡ് വൈഡ് കളക്ഷനും കൂടി കൂട്ടുമ്പോൾ ലോക സിനിമയ്ക്ക് 3 ദിവസത്തെ വേൾഡ് വൈഡ് വീക്കെൻഡ് കളക്ഷൻ 30 കോടിക്ക് അടുത്തായിട്ടുണ്ട്. UK അയർലൻഡ് ബോക്സ് ഓഫീസിൽ നിന്നും ലോക സിനിമ 1,41,00,000 രൂപയാണ് 2 ദിവസം കൊണ്ട് കളക്ഷൻ നേടിയിരിക്കുന്നത്. ലോക സിനിമയുടെ ഫൈനൽ വേൾഡ് വൈഡ് കളക്ഷൻ 150 അല്ലെങ്കിൽ 170 കോടി രൂപ വരെ പോവാൻ ചാൻസ് ഉണ്ടെന്നാണ് മൂവി ട്രാക്കേഴ്സ് പറയുന്നത്.